ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് വേ ടു കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് FIUGP സെക്കൻഡ് സെമസ്റ്റർ BBAയിലെ ബിസിനസ് എക്കണോമിക്സ് എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതേപോലെ മൊണോപ്പൊളിയും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിയൽ വേൾഡിൽ നിലനിൽക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണോ അല്ല, എന്നാൽ മൊണോപ്പൊളി ആണോ അല്ല, മനസ്സിലായോ? ആ ഒരു വേണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബോത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മൊണോപ്പൊളി ആർ പ്യുവർലി ഇമാജിനറി സിറ്റുവേഷൻ, അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഒരു പരിധിവരെ മൊണോപ്പൊളിയും ഇമാജിനറി സിറ്റുവേഷനാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മിത്ത് വൈൽ മൊണോപ്പൊളി ഈസ് എ ഷോർട്ട് ലിവ്ഡ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു മിത്തായിട്ടുള്ളത്, അങ്ങനൊരു സംഭവമില്ല. എന്നാൽ മൊണോപ്പൊളി എന്ന് പറയുന്നത് ഷോർട്ട് ലിവ്ഡ് ആണ്, ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, ഇൻ ദ റിയൽ വേൾഡ് വി ക്യാൻ സീ എ കോമ്പിനേഷൻ ഓഫ് മൊണോപ്പൊളി ആൻഡ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപ്പൊളിയുടെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ 3 കാറ്റഗറി ഉണ്ട്, 3 ഫോംസ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ് ആൻഡ് ഒളിഗോപ്പൊളി, ഡിയോപ്പൊളി. ഡിയോപ്പൊളി ഇപ്പോൾ നിലവിലില്ല, ഡിയോപ്പൊളി ഇപ്പോൾ നോട്ട് എക്സിസ്റ്റിംഗ് ആണ്, അങ്ങനത്തെ ഒരു ടൈപ്പ് മാർക്കറ്റ്. ഓക്കെ, മീനിങ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ദ ടേം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വാസ് കോയിൻഡ് ബൈ പ്രൊഫസർ EH ചാമ്പർലിൻ ഓഫ് അമേരിക്ക. അപ്പോൾ ഈ ഒരു ടേം കൊണ്ടുവന്നത് പ്രൊഫസർ EH ചാമ്പർലിനാണ്. Monopolistic competition refers to a market situation in which competition is imperfect. കോമ്പറ്റീഷൻ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് റിലേറ്റീവ്ലി മെനി ഫേംസ് സപ്ലൈ എ സിമിലർ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് വിത്ത് ഈച്ച് ഫേം ഹാവിങ് എ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ പ്രൈസ്, അല്ലേ? അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയാൽ തന്നെ ഒരു പ്രൊഡക്റ്റ് പല രീതികൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ലഭ്യമാകാറുണ്ട്. ആ ഒരു ടൈപ്പ് മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ലാർജ് നമ്പറാണ് ഉണ്ടാവുക. ദെൻ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇവിടെ വന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് വ്യത്യസ്ത തരത്തിൽ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാൻ തുടങ്ങി. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് അല്ല ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേം. ഒളിഗോപ്പൊളിയിൽ ഇതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇതിനെന്തില്ല, റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് പുതിയ ഫേമുകൾ വരുന്നതിനും പോകുന്നതിനും. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറയുന്നത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ആണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ദ നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്, അല്ലേ? എല്ലാ ഫേമിൻ്റെയും കോമ്പിനേഷൻ എന്തല്ല, അവൈലബിൾ ആയിട്ടുള്ളതല്ല. ദെൻ മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണ് പറയുന്നത്. അതായത് ഒളിഗോപ്പൊളിയിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലൊക്കെ ലെസ് ഇലാസ്റ്റിക് ആയിരുന്നു, കാരണം ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരുന്നു, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഇല്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിൽ ധാരാളം പ്രൊഡക്റ്റുകൾ ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മോർ ഇലാസ്റ്റിക് ആണ്. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, പ്രൈസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കോമ്പറ്റീഷൻ, പ്രൈസിൻ്റെ കാര്യത്തിൽ ഉള്ളാതെ ക്വാളിറ്റി, കളറ്, പാക്കിങ്, ഡിസൈന്, ഈ കാര്യത്തിലെല്ലാം ഫേംസ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ദെൻ ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരുന്നു മാർക്കറ്റിനെ കുറിച്ചിട്ട്, ഇന്ന് എന്താവും, എപ്പോഴാണ് പ്രൈസ് കൂടെ, എന്താണെന്നൊക്കെ. എന്നാൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കസ്റ്റമേഴ്സിന് മാർക്കറ്റിനെ കുറിച്ചിട്ട് എന്തില്ല, പെർഫെക്റ്റ് നോളജ് ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് നോളജിൻ്റെ അഭാവം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. The two terms imperfect competition and monopolistic competition are not synonyms. നമുക്ക് പര്യായപദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഹെൻസ് they cannot be interchangeably used. Imperfect competition is a much wider and a more comprehensive term than monopolistic competition. നമുക്കറിയാം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന 3 ഫോം ഓഫ് മാർക്കറ്റുകളിൽ ഒന്ന് മാത്രമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെക്കാട്ടിലും വൈഡർ ടേമാണ് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ടേമാണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഫാക്റ്റ് monopolistic competition is only one of the
മെനി സബ് കാറ്റഗറീസ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ സബ് കാറ്റഗറിയിൽപ്പെട്ട ഒന്ന് മാത്രമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതുകൊണ്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കനോട്ട് ബി ഇക്വേറ്റഡ് വിത്ത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, നെക്സ്റ്റ് വേസ്റ്റ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. എവിൽസ്, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളാണ് പറയുന്നത്. അൺയൂസ്ഡ് കപ്പാസിറ്റി അല്ലേ, അതായത് ഒപ്റ്റിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യപ്പെടുന്നില്ല. ദെൻ വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കളയുന്നുണ്ട്. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, റിസോഴ്സ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇന്നെഫിഷ്യൻസി, ലാർജ് നമ്പർ ഓഫ് ഇന്നെഫിഷ്യൻറ്റ് ഫേംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഗുണകരമാകുന്ന രീതിയിൽ എല്ലാ ഫേമുകളെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഇന്നെഫിഷ്യൻസി ഉണ്ടാവും. അത് കൺസ്യൂമേഴ്സ് ആർ ഹിപ്നോട്ടൈസ്ഡ് അല്ലേ, അതായത് പാക്കേജിങ്ങും കളറിങ്ങും അതിൻ്റെ ഡിസ്പ്ലേയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, പേരും അല്ലേ നെയിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹിപ്നോട്ടൈസ് ചെയ്ത പോലെയാണ് കസ്റ്റമേഴ്സ്. ഇൻഫീരിയർ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ പൈസ കൊടുത്ത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ തമ്മിലുള്ള വ്യത്യാസം. അണ്ടർ മൊണോപ്പൊളി ദർ ഇസ് ഓൺലി വൺ പ്രൊഡ്യൂസർ ഓർ സെല്ലർ ഓഫ് പെർട്ടിക്കുലർ കമോഡിറ്റി. ഒരു കമോഡിറ്റിക്ക് ഒരു പ്രൊഡ്യൂസറോ ഒരു സെല്ലറോ ഉണ്ടാവുള്ളൂ മൊണോപ്പൊളിയിൽ. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സാണ്. ദെൻ രണ്ടാമത്തത്, അണ്ടർ മൊണോപ്പൊളി ദ ക്വസ്റ്റ്യൻ ഓഫ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഡസ് നോട്ട് അറൈസ്. പ്രൊഡക്റ്റിനൊരു ഡിഫറൻസിയേഷൻ, ഒരു വ്യത്യസ്തത എന്ന് പറയുന്ന കൺസെപ്റ്റ് അറൈസ് ചെയ്യുന്നേ ഇല്ല. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, under monopoly there is no competition, but under monopolistic competition there is some degree of competition. Under monopoly new firms cannot enter into market easily, while under monopolistic competition new firms can enter into market, existing firm leave the market അല്ലേ. മൊണോപ്പൊളിയിൽ പുതിയൊരു ഫേമിന് വരാനോ പോകാനൊന്നും പറ്റില്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, എൻറ്റർ ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. അണ്ടർ മൊണോപ്പൊളി the demand of the product is less elastic because there is no close substitute അല്ലേ. മൊണോപ്പൊളിയിൽ അതേപോലത്തെ പ്രൊഡക്റ്റുകൾ പിന്നെ ആരും വിൽക്കില്ല, അതുകൊണ്ട് ലെസ് ഇലാസ്റ്റിക് ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിൽ ഒരുപോലെയുള്ള പ്രൊഡക്റ്റ് പല രീതികളിലാക്കി വിൽക്കുന്നതുണ്ട് അല്ലേ, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്, പ്രൊഡക്റ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മോറാണ്. അണ്ടർ മൊണോപ്പൊളി സെല്ലിംഗ് കോസ്റ്റ് ഹാവ് നോ റോൾ ടു പ്ലേ. മൊണോപ്പൊളിക്ക് എന്തില്ല, സെല്ലിംഗ് കോസ്റ്റിന് പ്രത്യേകം പ്ലേ ഇല്ല പ്രൈസിലൊന്നും. ഓൺ ദ അതർ ഹാൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, അതിന് കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള കമ്പാരിസൺ എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ബോത്ത് മാർക്കറ്റ് ഈച്ച് ഫേംസ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഫേംസൊക്കെ ഇൻഡിപെൻഡൻ്റ്ലി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ദെൻ ബോത്ത് മാർക്കറ്റ് സിറ്റുവേഷൻ ഫ്രീ എൻട്രി ഗ്യാരണ്ടി അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫ്രീ എൻട്രി തന്നെയായിരുന്നു ന്യൂ ഫേംസിന്, അതേപോലെ തന്നെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഫ്രീ എൻട്രി. ഇവിടെ ബാരിയർ വരുന്നത്, തടസ്സം വരുന്നത് ഒളിഗോപ്പൊളിയിലും പിന്നെ അതേപോലെ മൊണോപ്പൊളിയിലുമാണ് കേട്ടോ. നെക്സ്റ്റ് ഡിഫറൻസസ്. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൊഡക്റ്റ് ആർ ഐഡൻറ്റിക്കൽ അല്ലേ, ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകളാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വിൽക്കുന്നത്. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിൽ പ്രൊഡക്ട്സ് ഡിഫറൻഷിയേറ്റഡ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് നോട്ട് റിയൽ കൺസെപ്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു മിത്താണ്, റിയൽ കൺസെപ്റ്റ് അല്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറയുന്നത് റിയൽ വേൾഡിൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റാണ്. ദെൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ബട്ട് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലർ ഈസ് നോട്ട് സോ ലാർജ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്, എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിൽ ലാർജ് നമ്പർ ഓഫ് ഉണ്ട്, പക്ഷെ അത്രയും എന്തല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാൾ അത്രയും കൂടുതലല്ല ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും എണ്ണം. നെക്സ്റ്റ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ, ബട്ട് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡു നോട്ട് ഹാവ് കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദ പ്രൊഡക്റ്റ് അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിനും സെല്ലേഴ്സിനും ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചൊരു പെർഫെക്റ്റ് നോളജ് ഉണ്ടാവും. എന്നാൽ പെർഫെക്റ്റ് നോളജ് എവിടെ ഉണ്ടാവില്ല, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവില്ല. ദെൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സെല്ലിംഗ് കോസ്റ്റ് ഡു നോട്ട് പ്ലേ എനി റോൾ. സെല്ലിംഗ് കോസ്റ്റിന് ഒരു റോളും അവർ ചെയ്യുന്നില്ല, റോളില്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിന് സെല്ലിംഗ് കോസ്റ്റിന് ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഓൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേംസ് ആർ പ്രൈസ് ടേക്കേഴ്സ് അല്ലേ. ഉള്ള കോമ്പറ്റീറ്റർ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും
പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ ഫേമുകൾ ഫോളോ ചെയ്യുക. എന്നാൽ കാരണം അവർ ഒരേപോലത്തെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്. എന്നാൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസ് മേക്കേഴ്സാണ്. അവർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് വിൽക്കുന്നത്, ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റുകളാണ് വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തീരുമാനിക്കാം എന്താണ് പ്രൈസ് ആവണം എന്നുള്ളത്. ദെൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡിമാൻഡ് കർവ് ഈസ് ഹൊറിസോണ്ടൽ. ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടലാണ്. എന്നാൽ മൊണോപോളിസ്റ്റിക്കിൽ കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺ വേർഡ് കർവ്, ഇറ്റ്സ് മോർ ഫ്ലാറ്റർ. ദെൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ AR and MR സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സസ്. എക്സ് ആക്സസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ARഉം MRഉം വരിക. എന്നാൽ പ്രൈസ് ഡിമാൻഡ് AR ആൻഡ് MR ഓൾ ആർ സെയിം, എല്ലാം സെയിം തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അണ്ടർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പ്രൈസ് ഡിമാൻഡ് ആൻഡ് AR സെയിം ബട്ട് MR ഈസ് ലെസ് ദാൻ AR. പ്രൈസും ഡിമാൻഡും ARഉം സെയിം ആണ്, പക്ഷേ MR ARനെക്കാട്ടിലും ലെസ് ദാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.